പോലീസ് സാധാരണക്കാരായ ഗ്രാമീണരെ ലക്ഷ്യമിട്ട് നിരോധിത സംഘടനയായ ഉൾഫ ഇൻഡിപെൻഡന്റ് ആസൂത്രണം ചെയ്ത വൻ ഭീകരാക്രമണ പദ്ധതിയാണ് പോലീസ് പരാജയപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഉൾഫ കമാൻഡർമാർ പിടിയിലാവുകയും ചെയ്തു. ഉമൻജ്യോതി ബർവ, പപ്പു മോറൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസം പോലീസ് നടത്തിയ നീക്കത്തിലൂടെയാണ് പ്രതികളെ പിടികൂടാനായത്. ഇവരിൽ നിന്നും 2 AK-56 തോക്കുകൾ, വെടിയുണ്ടകൾ, ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കാൻ പദ്ധതിയിട്ടിരുന്നതിനാൽ അതിനായി കരുതിയിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഇവരുടെ പക്കലുണ്ടായിരുന്നു. സിൻസുകി ടൗണിലെ നിരപരാധികളായ ഗ്രാമീണരെ വധിക്കുന്നതിലൂടെ മേഖലയിലെ ക്രമസമാധാന നില തകർന്നെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഭീകരർ ലക്ഷ്യമിട്ടിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കുന്നതായി പോലീസ് പറഞ്ഞു. മേഖലയിൽ അശാന്തി സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശ്യം. കഴിഞ്ഞ മാർച്ചിൽ ജാഗനിൽ 4 പോലീസുകാർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഈ ഭീകരർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിടിയിലായവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഭീകര സംഘടനയുടെ കൂടുതൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റ് സംഘാംഗങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന വാഹന ബോംബ് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ഒരു ശിശുരോഗ വിദഗ്ധൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു തീവ്രവാദ സംഘടനയുടെ സ്ഥാപക അംഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പട്ടിയാല ഹൗസ് കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ NIA ജമ്മു കാശ്മീർ സ്വദേശികളായ സമീർ അഹമ്മദ് അഹാങ്കർ, തുഫൈൽ അഹമ്മദ് ഭട്ട്, ഒളിവിൽ കഴിയുന്ന മുസാഫർ അഹമ്മദ് എന്ന ഫറാസ് എന്ന സഫർ എന്നിവരെ പ്രതികളാക്കി. ഇതോടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചവരുടെ എണ്ണം 13ആയി. ഇതിൽ പ്രധാന പ്രതിയും സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറിന്റെ ഡ്രൈവറുമായ ഡോക്ടർ ഉമറുൻ നബിയും ഉൾപ്പെടുന്നുണ്ട്. സ്ഫോടനത്തിൽ മരിച്ചയാളാണിതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശിശുരോഗ വിദഗ്ധനായ മുസാഫർ അഹമ്മദ് സഹപ്രതിയായ ഡോക്ടർ അദീൽ അഹമ്മദ് റാദറിന്റെ മൂത്ത സഹോദരനും അൽ ഖ്വയ്ദയുടെ ഒരു ശാഖയായ AGUH ഇടക്കാലത്തിന്റെ സ്ഥാപക അംഗവുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും NIA പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. 2025 നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം 11 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനത്തിൽ നിന്നുള്ള ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തു സ്ഫോടനത്തിന് കാരണമായ ഗൂഢാലോചനയിലെ പ്രധാന ശില്പകളിൽ ഒരാളാണ് മുസാഫർ. സഹപ്രതികളായ ഉമർ, മുസമ്മിൽ, അദീൽ, മുഫ്തി, ഇർഫാൻ എന്നിവരോടൊപ്പം NIA അന്വേഷണത്തിൽ കണ്ടെത്തി. 2022 ജൂണിൽ ശ്രീനഗറിൽ നടന്ന രഹസ്യ ഈദ്ഗാഹ് യോഗത്തിൽ മുസാഫർ പങ്കെടുത്തിരുന്നുവെന്നും NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയത്താണ് AGUH ഇടക്കാല സംഘടന സ്ഥാപിതമായത്. ഭീകര സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് മുസാഫർ എന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ഉമറും മുസമ്മിലും നടത്തുന്ന രഹസ്യ കേന്ദ്രത്തിൽ TATP അധിഷ്ഠിത ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും പരീക്ഷിക്കുന്നതിലും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിലും മുസാഫർ ആഴത്തിൽ പങ്കാളിയായിരുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. TATP അഥവാ ട്രയാസെറ്റോൺ ട്രൈപെറോക്സൈഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ഫോടക വസ്തുവാണ്. മുസാഫറിനെതിരെ ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അന്വേഷണ ഏജൻസി അറിയിച്ചു. NIA അന്വേഷണങ്ങൾ പ്രകാരം AGUH ഇന്റീരിയമിലെ ഒരു ഓവർഗ്രൗണ്ട് വർക്കറായ സമീർ ഭീകര സംഘടനയുടെ ഹാൻഡലർമാരുമായി സജീവമായി ബന്ധപ്പെട്ടിരുന്നു. കൂടാതെ ഭീകര സംഘടനയ്ക്ക് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, പണം എന്നിവ എത്തിക്കുന്ന കൊറിയറായി പ്രവർത്തിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ മുൻ OGW ആയിരുന്ന തുഫൈൽ മൊഡ്യൂളിന്റെ ആയുധ വിതരണക്കാരായി പ്രവർത്തിച്ചു. ഒരു AK-47, ഒരു ക്രിങ്കോവ് റൈഫിൾ, ഒരു പിസ്റ്റൾ മാഗസീനുകൾ, വെടിയുണ്ടകൾ എന്നിവ ഒരു ഹാൻഡലർ ക്രമീകരിച്ച ഡെഡ് ഡ്രോപ്പുകൾ വഴി അയാൾ വാങ്ങി. കൊല്ലപ്പെട്ട പ്രധാന പ്രതിയായ ഡോക്ടർ ഉമറുൻ നബിക്ക് 3 ലക്ഷം രൂപയ്ക്ക് എത്തിച്ചുവെന്ന് ഭീകരവിരുദ്ധ ഏജൻസി പറഞ്ഞു. വിശദമായ ഫോറൻസിക് പരിശോധന, ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളുടെ ജിയോ ലൊക്കേഷൻ മാപ്പിംഗ്, സൂക്ഷ്മ സാമ്പത്തിക പാത വിശകലനം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലുള്ള അന്വേഷണത്തിലൂടെ വിവിധ പ്രതികൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ച NIA കേസിൽ അന്വേഷണം തുടരുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.